കനത്ത ചൂടിൽ വെന്തുരുകുകയാണ് നാടും നഗരവും. പകൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതിയായി. റോഡുകളിലൊക്കെ പകൽ ആളുകൾ കുറഞ്ഞു. ചൂട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നതിനാൽ അതീവ ജാഗ്രത പുലർത്തേണ്ട അവസ്ഥയാണ്. രാവിലെ 11 മുതൽ 3 വരെ നേരിട്ട് സൂര്യപ്രകാശമേൽക്കാതെ ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശമുണ്ട്. എന്നാൽ രാവിലെ 7 മുതൽ തന്നെ ചൂടിൻ്റെ കാഠിന്യം അനുഭവപ്പെടുന്നുമുണ്ട്. രാത്രിയിലും അത്യുഷ്ണം തുടരുന്നു. നല്ല വേനൽ മഴ ലഭിക്കാതെ ചൂടിന് കുറവുണ്ടാകില്ല. മലയോര മേഖലയിലാണ് കൂടിയ അന്തരീക്ഷ താപനില രേഖപ്പെടുത്തുന്നത്. 98.9 ആയിരുന്നു കണ്ണൂരിൽ കഴിഞ്ഞയാഴ്ച രേഖപ്പെടുത്തിയ ഉയർന്ന താപനില. സ്വയം പ്രവർത്തിക്കുന്ന കാലാവസ്ഥാ കേന്ദ്രങ്ങളിലെ കണക്ക് പ്രകാരം പലയിടത്തും 40 ഡിഗ്രി കടന്നു. എന്നാൽ ഇത്തരം കേന്ദ്രങ്ങളിൽ 2-3 ഡിഗ്രി വരെ ചൂട് കൂടുതലായി രേഖപ്പെടുത്തുന്നുണ്ട്. അറബിക്കടലിലെ ചൂട് കൂടിയതാണ് അത്യുഷ്ണത്തിന് പ്രധാന കാരണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത്. കൊടുംചൂട് വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നുള്ള മുന്നറിയിപ്പ്. വേനൽ മഴയുടെ കുറവാണ് സ്ഥിതി സങ്കീർണമാക്കിയത്. കടുത്ത ചൂട് മരണത്തിലേക്ക് നയിക്കാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നതാണ് വ്യക്തി സുരക്ഷ ഉറപ്പാക്കാൻ ഏറ്റവും അത്യാവശ്യ കാര്യങ്ങൾ. ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കുക, അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, മറ്റു രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ പരമാവധി വെയിൽ കൊള്ളാതിരിക്കുക, ആരോഗ്യമുള്ളവരും ജോലിക്ക് പോകുന്നവരും കുട ഉപയോഗിക്കുക, തൊപ്പി ഉപയോഗിക്കാൻ ശ്രമിക്കണം, ചായ പോലുള്ള ചൂടുള്ള പദാർത്ഥങ്ങൾ കഴിക്കുന്നതിന് പകരം ശുദ്ധമായ തണുത്ത വെള്ളം കുടിക്കുക തുടങ്ങിയവയാണ് നിർദ്ദേശങ്ങൾ. ഹൈവിഷൻ ന്യൂസ്, കേളകം.